നമസ്കാരം. ഈ ജനാധിപത്യ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു തരം ഗതികേടാണ്. ഗതികെട്ടൊരു ജനതയുടെ ശബ്ദമായി പറയാതിരിക്കാനും കഴിയുന്നില്ല. മതമാണ് 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 പ്രശ്നമെന്ന് ഒരു വശത്ത് പറയുന്നു. മതമല്ല, വിശക്കുന്ന വയറിലെ തീയാണ്, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം, വിശക്കുന്നവൻ അന്നമാണ് പ്രശ്നം, ആഹാരമാണ് പ്രശ്നം എന്ന് മറ്റൊരു വശത്ത് പറയുന്നു. ഇത് രണ്ടുമല്ല യഥാർത്ഥ മനുഷ്യൻ്റെ പ്രശ്നം. ആത്മാഭിമാനവും അന്തസ്സും ആഭിജാത്യവും അഭിമാനവുമാണ് മനുഷ്യൻ്റെ പ്രശ്നം. ഇന്ത്യയെ 1000 വട്ടം ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. 2000 വർഷം ഇന്ത്യയെ കീഴടക്കാൻ വന്നിരുന്ന വൈദേശിക ശക്തികളോട് ഇന്ത്യ വലിയ തോതിൽ വിളിച്ചു പറഞ്ഞു. 700 വർഷം ഇന്ത്യയെ കീഴടക്കി വെച്ചിരുന്ന, നല്ല രീതിയിൽ ഭരിച്ചവരുമുണ്ട്, ഭരിച്ച് നശിപ്പിച്ച് അമ്പലങ്ങളെല്ലാം ക്ഷേത്രങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയ മുസ്ലിം ഭരണാധികാരികളുമുണ്ട്. അവരോടെല്ലാം അതിജീവിച്ച ഒരു ജനത 10,500 വർഷത്തോളം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും പല രൂപത്തിലൂടെ വന്നു. മതത്തിൻ്റെ രൂപത്തിൽ വന്നു. ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞു, പള്ളിക്കൂടം കൊടുക്കാമെന്ന് പറഞ്ഞു, ആശുപത്രി കൊടുക്കാമെന്ന് പറഞ്ഞു, കുഷ്ഠരോഗാശുപത്രി തുടങ്ങി ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ആനുകൂല്യത്തിനപ്പുറമുള്ള ഒരാത്മാഭിമാനത്തിൻ്റെ നാടായി നിന്ന ഭാരതത്തിൽ ദൈവങ്ങളിൽ പോലും സ്ത്രീകളെ ദേവീ സമ്പ്രദായത്തിലും ദേവതാ സമ്പ്രദായത്തിലും ആദിപരാശക്തി സമ്പ്രദായത്തിലും ഒക്കെ മാനിക്കുന്നൊരു നാടാണിവിടെ. അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. രാമനും സീതയും ഒരുപോലെ ഉണ്ടോട്, ശിവനും പാർവതിയുമുണ്ട്. എല്ലാമുള്ളൊരു സംസ്കാരമാണ്. കണ്ണകി ശാപം കൊണ്ടൊരു രാജ്യത്തെ മധുരയെ ചുട്ടരിച്ച കഥ ആറ്റുകാലിൻ്റെ രൂപത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും ആമുഖമായൊക്കെ പറഞ്ഞത് സമ്പൂർണ്ണ സാക്ഷരരെന്ന് അഭിമാനിക്കുന്ന നമ്മൾ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുതൽ മഹിളാ സംഘം മുതൽ മഹിളകളുടെ 100 കണക്കിന് സംഘടനയുള്ള നമ്മൾ, ആയിരക്കണക്കിന് വനിതാ സംവിധാനങ്ങളുള്ള നമ്മൾ, പച്ചയായൊരു സ്ത്രീ വന്ന് അതിജീവിതമെന്നും ഇരയെന്നുമൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് ഇരുട്ടിൻ്റെ മറവിലിരുന്നു കൊണ്ട് ആണധികാരം രക്ഷപ്പെടുകയാണെങ്കിൽ അത് രക്ഷപ്പെടരുത്. തെമ്മാടിത്തരവും തോന്നിയവാസവും ലൈംഗിക അധിക്ഷേപവും ഒക്കെ നടത്തിയതിനു ശേഷം ആണധികാരത്തിന് ഇറങ്ങി വിലസി നടക്കാനും ഇരയെന്നും അതിജീവിതയെന്നും പറഞ്ഞ് സ്ത്രീകൾ വീട്ടിലിരുന്നോണമെന്ന് പറയുന്നതിനെ പൊളിച്ചെഴുതിയ, തൻ്റെ ചരിത്രത്തിൽ ശരിയായാലും തെറ്റായാലും അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിലും ഇല്ലെങ്കിലും ന്യായത്തിന് വേണ്ടി മാറുമറയ്ക്കുക എന്ന് പറയുന്ന ന്യായമായ തുല്യതയ്ക്ക് വേണ്ടി തൻ്റെ മുലകൾ ചെത്തി അരിഞ്ഞു കളഞ്ഞ നങ്ങേലിയുടെ നാട്ടിൽ, അത് ചിലപ്പോൾ നടന്നതായിരിക്കും, നടക്കാത്തതായിരിക്കും, ആ നാട്ടിൽ ഇവിടെ ഒരു പുതിയ നങ്കേലി ഉണ്ടായിരിക്കുന്നു. അവരുടെ പേര് എഴുതിയിട്ടുണ്ട് പത്രത്തിൽ. ഇന്നത്തെ ഒരു പ്രമുഖമായ പത്രത്തിൽ അവരവരുടെ പേര് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പറയുന്നു ഡോക്ടർ ആശ ആച്ചി ജോസഫ്. അവർക്ക് ലൈംഗിക അധിക്ഷേപം ഏറ്റത് സാധാരണ ഒരാളിൻ്റെ കയ്യിൽ നിന്നല്ല, ഒരു യാത്രക്കിടയിലോ ഏതെങ്കിലും തരത്തിലൊരാളിൻ്റെ നിന്നല്ല. കൈരളി ചാനലിൻ്റെ മുൻ ഡയറക്ടർ, ഗുരുവായൂരിലെ മുൻ MLA, അറിയപ്പെടുന്ന സംവിധായകൻ, നിർമ്മാതാവ്, ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും പ്രമുഖനായ നേതാവ് ശ്രീ കുഞ്ഞു മുഹമ്മദിൽ നിന്നാണ് ഇങ്ങനെ ഒരു PT കുഞ്ഞു മുഹമ്മദിൽ നിന്നാണ് ഗുരുതരമായ ഒരു അധിക്ഷേപമുണ്ടായത്. ഉണ്ടായ ആളും മോശക്കാരിയല്ല. അവർ എത്ര കമ്മിറ്റിയിലുള്ളവരാണ്, ഡോക്ടറേറ്റ് ഉള്ളവരാണ്, സിനിമ എടുത്തിട്ടുള്ളവരാണ്, വലിയ സെലിബ്രിറ്റിയാണ്. അവർക്ക് ലൈംഗിക അധിക്ഷേപമുണ്ടായി. ജനുവരി മാസം 24-ാം തീയതി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തിട്ട് ഫെബ്രുവരി മാസം 9-ാം തീയതി വരെ ഒരു FIR പോലും ഇടാതെ ഇപ്പോൾ 12-ാം തീയതി ആകുമ്പോൾ അവർ ലേഖനം എഴുതേണ്ടി വരുന്നു. എന്തൊരു ഗതികേടാണ് ഈ ജനാധിപത്യത്തിന്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വേറൊരു വീഡിയോ ചെയ്ത മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന ഒരു മഹാൻ വാഹനമിടിച്ച് കിടത്തിയിട്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ചു പോയി ഈ സകല നിയമങ്ങളെയും പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് ഇപ്പോഴും മഹാനായി വാഴുന്നത്. എന്ത് ജനാധിപത്യമാണ് ഇവിടെയുള്ളത്? സമ്പന്നനുള്ളതാണ്, വരേണ്യവർഗത്തിനുള്ളതാണ്, അധികാരി വർഗത്തിനുള്ളതാണ് കേരളം. ഇത് പോണം. എന്തുകൊണ്ട് മൂന്നാം മുന്നണി ഭരണം വരരുതെന്ന് പറയുന്നു ജനങ്ങൾ?
ഇവിടെ ഹിപ്പിയിൽ റോഡ് പണിതത് കൊണ്ടോ, പാലം പണിതത് കൊണ്ടോ, അടിപ്പാത പണിതത് കൊണ്ടോ, തുരങ്കം പണിതത് കൊണ്ടോ, കേരയിൽ പണിതത് കൊണ്ടോ തീരുന്നതല്ല. മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ, സ്ത്രീയുടെ മാനത്തിന് വില കൽപ്പിക്കാതിരുന്നാൽ, അതാണ് മലയാളിക്ക് പ്രധാനം. അത് അതിജീവിതമാരുടെ കേസിൽ, ദിലീപിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, ഇവിടെ ഒരുപാട് കേസുകളിൽ കണ്ടതാണ്, ഇവിടെ കുഞ്ഞുങ്ങളുടെ പോക്സോ കേസുകളിൽ നമ്മൾ കണ്ടതാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഹാരത്തേക്കാൾ, അന്നത്തേക്കാൾ, വസ്ത്രത്തേക്കാൾ, ആടയാഭരണങ്ങളേക്കാൾ, അവന് കിട്ടുന്ന സൗകര്യങ്ങളേക്കാൾ, റോഡിനേക്കാൾ, പാലത്തേക്കാൾ, വിമാനത്താവളത്തേക്കാൾ എല്ലാറ്റിലും മുകളിലാണ് അവൻ്റെ ജനാധിപത്യബോധം, അവരുടെ ആത്മാഭിമാനബോധം, അവരുടെ അന്തസ്സ്. അതിൻ്റെ മുകളിലാണ് മിസ്റ്റർ പിണറായി വിജയൻ. താങ്കൾക്കത് തിരിഞ്ഞില്ല. ഇന്നലെ താങ്കളുടെ പാർട്ടിയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം, ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു പുതിയ ജില്ലാ പഞ്ചായത്ത് അംഗം താങ്കളോട് ഒരു സെൽഫി എടുക്കണമെന്ന് ചോദിച്ചു. താങ്കളുടെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ? അവരോട് ചൂടാവുകയാണോ വേണ്ടത്? ഞാൻ തിരക്കിലാണ്, നമുക്ക് പിന്നീടവസരമാകാമെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ അവർക്കൊരു സെൽഫി എടുത്താൽ താങ്കളുടെ ഇമേജ് ഇടിഞ്ഞ് താഴെ പോകുമോ? അത് കഴിഞ്ഞൊരു പഞ്ചായത്ത് പ്രസിഡന്റ് താങ്കൾക്കൊരു നിവേദനം തരാൻ പോകുന്നു. താങ്കൾ അവിടെയും ഒരു ഷോ കാണിച്ചു. താങ്കൾ എന്നിട്ട് താങ്കളുടെ ഗൺമാനെ വിളിച്ചു കൊടുത്തു. ഇതാണ് യഥാർത്ഥ പിണറായി. താങ്കൾ PR വർക്കിലൂടെ കുഞ്ഞുങ്ങളടുത്ത് നിന്ന് കരഞ്ഞ് അമ്മൂമ്മയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ചു കുടിച്ച കഥ പറഞ്ഞ് കരഞ്ഞ് അതിൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കുകയും ലവ് സിമ്പലുള്ളൊരു കപ്പ് ഇങ്ങനെ കാണിച്ച് അത് തന്നെ ചായ കുടിക്കാതെ കാണിച്ചുകൊണ്ടിരുന്ന് അതിൽ നിന്നൊരു അനുകമ്പയുണ്ടാക്കുന്ന മിസ്റ്റർ പിണറായി വിജയനല്ല കേരളത്തിന് മുഖ്യമന്ത്രിയായി വേണ്ടത്. നിങ്ങളോടൊരു എതിർപ്പുമില്ല. മിസ്റ്റർ പിണറായി വിജയനോടും മുഖ്യമന്ത്രിയോടും ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല, ഞങ്ങളെ ചാനലിലുമില്ല. പക്ഷേ താങ്കളുടെ പ്രവൃത്തികളോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. താങ്കളുടെ ഓഫീസിൽ APSമാരെന്നും PSമാരെന്നും പറഞ്ഞിരിക്കുന്ന അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. സ്ത്രീയുടെ മാനത്തിന് വില കൽപ്പിക്കാത്ത, ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്ന, ഇഷ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കുന്ന, ഒന്നിനും ഒരു ന്യായവുമില്ലാതെ അന്യായങ്ങൾ കാണിക്കുന്ന ഓഫീസിനെക്കുറിച്ചും അവിടുത്തെ ആളുകളെക്കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല. അത് ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. അത് വലിയ തോതിൽ കേരള സമൂഹം ചർച്ച ചെയ്യണം. നിങ്ങൾക്ക് അവസരം കിട്ടുകയാണ്, ആ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. വോട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, വോട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ജനാധിപത്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമാണ്. പെണ്ണിൻ്റെ മാനത്തിന്, സ്ത്രീയുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കാത്തൊരു സമൂഹം, പച്ചയ്ക്കൊരു വളരെ ഉന്നതനായ ഒരാൾ അധികാരത്തിൻ്റെ ആണധികാരം കാണിക്കുമ്പോൾ രണ്ടധികാരം കാണിച്ചിരിക്കുകയാണ്. ഒന്ന്, കുഞ്ഞു മുഹമ്മദ് കാണിച്ചതൊരു ആണധികാരം കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് കാണിച്ചിരിക്കുന്ന അധികാരം അദ്ദേഹം ഈ പറയുന്ന കൈരളി ചാനലിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിലും മുൻ MLA എന്നുള്ള നിലയിലും ഫിലിം അക്കാദമിയുടെ പ്രമുഖനായ ആളെന്നുള്ള നിലയിലുമുള്ളൊരു അധികാരമുണ്ടല്ലോ, ആ അധികാരവും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇരട്ട ആണധികാരം കാണിച്ചിരിക്കുന്ന ആ വ്യക്തിക്കെതിരെ കൃത്യമായി സമയത്ത് കേസെടുക്കാതെ, അപ്പോൾ കൃത്യമായി മണിയമ്പിള്ള രാജുവിനെതിരെ കേസെടുക്കാതെ പോകുന്ന ഈ ജനാധിപത്യമുണ്ടല്ലോ, അത് പൊറുക്കില്ല മനുഷ്യർ, ഒരാളും പൊറുക്കില്ല. അന്തസ്സാണ് പ്രധാനം, നീതിയാണ് പ്രധാനം. ഇവിടെ വേണ്ടത് അഭിജാത്യമാണ് പ്രധാനം, ആത്മാഭിമാനമാണ് പ്രധാനം, അഭിമാനബോധമാണ് പ്രധാനം. അത് വളരെ വളരെ പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് താങ്കൾ ഈ കാണിച്ച് എന്തെല്ലാം വികസനം നടത്തിയാലും, താങ്കൾ പൊന്നും പാലും തേനും എല്ലാം ഒഴുക്കിയാലും, താങ്കൾ എത്ര രൂപ ആളുകൾക്ക് പൈസ കയ്യിലിട്ട് കൊടുത്താലും, താങ്കൾ 1000 രൂപ കൊടുത്തപ്പോൾ അത് 5000 രൂപ കൊടുത്ത് MK സ്റ്റാലിൻ താങ്കളെയൊക്കെ അട്ടിമറിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 5000 രൂപ സ്റ്റാലിൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഈ നാട്ടിൽ, ഈ രാജ്യത്ത് താങ്കൾ കുറേ പണം കൊടുത്തത് കൊണ്ടോ, ശമ്പള പരിഷ്കരണം നടത്തിയത് കൊണ്ടോ, DA കൊടുത്തത് കൊണ്ടോ ഒന്നും തീരില്ല സാർ. ഇത് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, പെണ്ണിൻ്റെ മാനത്തിൻ്റെ വിലയുടെ പ്രശ്നമാണ്. അവിടെ നിങ്ങളുടെ യഥാർത്ഥ മുഖം പാർട്ടിക്കാർ ചെയ്താൽ, പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ ചെയ്താൽ, ഉന്നതർ ചെയ്താൽ, അധികാരമുള്ളവർ ചെയ്താൽ, സമ്പന്നവർഗം ചെയ്താൽ, വരേണ്യവർഗം ചെയ്താൽ, താങ്കൾ കാണിക്കുന്ന ഈ കരുതലുണ്ടല്ലോ, അതിനൊരു നാൾ വലിയ വില കൊടുക്കേണ്ടി വരും.